അടുത്തത് Bernoulli distribution. A random experiment with only two possible outcomes, namely success and failure, is called a Bernoulli trial. The corresponding distribution is called Bernoulli distribution. ഒരു റാൻഡം എക്സ്പെരിമെൻറ്റ് എടുക്കുമ്പോൾ റാൻഡം എക്സ്പെരിമെൻറ്റ് നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഒന്ന് സക്സസ്, അടുത്തത് ഫെയിലിയർ. അതായത് നമ്മൾ ഏത് ഇവൻ്റാണോ കൺസിഡർ ചെയ്യുന്ന ഇവൻറ്റിനെ സക്സസ് ആയിട്ടും അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ഇവൻറ്റിനെ ഫെയിലിയർ ആയിട്ടും ടുഗദർ അത് സാമ്പിൾ സ്പേസ് ഫോം ചെയ്യും. ഇപ്പോൾ കോയിൻ ടോസ് ചെയ്യുന്ന കേസിലാണെങ്കിൽ ഒരു കോയിൻ ടോസ് ചെയ്തതിന് ഹെഡ് വീഴുക എന്നുള്ളതാണ് നമ്മുടെ ഇവൻ്റ് എങ്കിൽ ആ ഹെഡ് വീഴുന്നതിന് സക്സസ് ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഫെയിലിയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ടെയിൽ വീഴുന്നതായിരിക്കും ഫെയിലിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഹെഡും സക്സസും ഫെയിലിയറും കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ എന്ത് വരും? സാമ്പിൾ സ്പേസ് അതേപോലെ തന്നെ വരും. ഇപ്പോൾ ഡൈ ടോസ് ചെയ്യുന്ന കേസ്, നെക്സ്റ്റ് ഡൈ ടോസ് ചെയ്യുന്ന കേസ് നോക്കാം. ഡൈ ടോസ് ചെയ്യുന്ന കേസിൽ 6 ഫേസസ് ഉണ്ട്. ഇപ്പോൾ 5 എന്ന് പറയുന്ന നമ്പർ, ആ ഫേസ് വീഴുന്നതാണ് നമ്മുടെ ഇവൻ്റ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ സക്സസ് എന്ന് പറയുന്നത് 5 വീണാൽ സക്സസ്സും 5 അല്ലാത്ത ഏത് വീണ് കഴിഞ്ഞാലും ഫെയിലിയർ ആയിരിക്കും വരാൻ പോണത്. അപ്പോൾ സക്സസ്സിൽ വരുന്നത് ഒറ്റ എലമെൻറ്റേ വരുള്ളൂ. സക്സസ് എന്ന് പറയുന്നത് 5 മാത്രം. ഫെയിലിയർ എന്ന് പറയുന്നത് 5 ഒഴികെയുള്ള ബാക്കി ഏത് നമ്പർ 1 2 3 4 6 ഇതിലേത് നമ്പർ വീണ് കഴിഞ്ഞാലും ഫെയിലിയർ ആയിരിക്കും. അതായത് സാമ്പിൾ സ്പേസിൽ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, നെയിംലി 2 ഔട്ട്കമായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, സക്സസ് ആൻഡ് ഫെയിലിയർ. സക്സസ് എന്ന് പറയുന്നത് നമ്മുടെ ഇവൻറ്റ് കൺസിഡർ ചെയ്യുന്നതായിരിക്കും സക്സസ് എന്ന് പറയുന്നത്, അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നതായിരിക്കും ഫെയിലിയർ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ള കേസസിനെയാണ്, അങ്ങനെയുള്ള ട്രയൽസിനെയാണ് ബെർണോളി ട്രയൽ എന്ന് പറയുന്നത്. റാൻഡം എക്സ്പെരിമെൻറ്റ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്ന സക്സസ് ആൻഡ് ഫെയിലിയർ എന്നുള്ള ഫോർമാറ്റിൽ ഡിവൈഡ് ചെയ്യുന്ന എക്സ്പെരിമെൻറ്റിനെയാണ് ബെർണോളി ട്രയൽ എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ 2 ഇവൻറ്റുകളും സക്സസ് ആൻഡ് ഫെയിലിയർ. അപ്പോൾ റാൻഡം വേരിയബിൾ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ആ റാൻഡം വേരിയബിളിൽ 2 വാല്യൂസ് അതെടുക്കുള്ളൂ, ഐദർ 0 or 1. എക്സ് എന്ന് പറഞ്ഞ റാൻഡം വേരിയബിൾ 2 വാല്യൂസ് ആയിരിക്കും എടുക്കുന്നത്, ഐദർ 0 or 1. അതായത് 0 എന്നുള്ള വാല്യൂ എപ്പോഴേക്കും എടുക്കുക? യൂഷ്വലി ഫെയിലിയർ ആകുമ്പോൾ. സംഭവിക്കുന്ന ഇവൻറ്റ് ഫെയിൽഡ് ആയിട്ടുള്ള ആണ് വരുന്നതെങ്കിൽ എക്സ് 0 എന്നുള്ള വാല്യൂവും, സക്സസ് ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ 1 ആയിരിക്കും. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 0 അതായിരിക്കും നമ്മളുടെ ഫെയിലിയറിൻ്റെ പ്രോബിലിറ്റി എന്ന് പറയുന്നത്. അതേപോലെ പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 1 ആയിരിക്കും സക്സസിൻ്റെ പ്രോബിലിറ്റി. നമ്മളിപ്പോൾ സക്സസിൻ്റെ പ്രോബിലിറ്റി സ്മോൾ പി എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദ പ്രോബിലിറ്റി ഓഫ് സക്സസ് ഇൻ എ ബെർണോളി ട്രയൽ ഈസ് ഡിനോട്ടഡ് ബൈ പി. പി എന്ന് പറയുന്ന ബെർണോളി ട്രയലിൽ സക്സസിനെ ഡിനോട്ട് ചെയ്യുന്നത്. പി എന്ന് പറഞ്ഞ സക്സസിനാണെങ്കിൽ ഫെയിലിയറിൻ്റെ പ്രോബിലിറ്റി എന്തായിരിക്കും? 1 മൈനസ് പി ആയിരിക്കും. 1 മൈനസ് പി ആണ് നമ്മൾ ക്യൂ എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യണത്. ക്യൂ പ്ലസ് പി ഈക്വൽ ടു 1. ക്യൂ പ്ലസ് പി ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ക്യൂവിൻ്റെ വാല്യൂ 1 മൈനസ് പി. അപ്പോൾ സക്സസിൻ്റെ പ്രോബിലിറ്റി പിയും ഫെയിലിയറിൻ്റെ പ്രോബിലിറ്റി എന്ന് പറയുന്നത് 1 മൈനസ് പി ആയിരിക്കും വരാൻ പോകുന്നത്. അതിൻ്റെ ഡെഫിനിഷൻ, ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് എന്താ? എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എക്സ് വിച്ച് ടേക്സ് എ വാല്യൂസ് 0 and 1 with probability of capital X equal to 0 equal to Q and probability of X equal to 1 equal to P such that P plus Q equal to 1 is called a Bernoulli distribution. Okay. എക്സാമ്പിൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ, ഡിസ്ട്രിബ്യൂഷൻ പഠിച്ചു കഴിഞ്ഞാൽ നമ്മളതിനെ സാധാരണ അതിൻ്റെ മീനും വേരിയൻസും ഹോമോജനറേറ്റീവ് ഫംഗ്ഷനൊക്കെ പഠിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ പ്രോപ്പർട്ടീസ് പഠിക്കുക. ഫസ്റ്റ് അതിൻ്റെ മീൻ കണ്ടുപിടിക്കാം. ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ 2 വാല്യൂസ് എടുക്കുന്നുള്ളൂ, 0യും 1ഉം എടുക്കുന്നുള്ളൂ. 0 എടുക്കാനുള്ള പ്രോബിലിറ്റിയാണ് ക്യൂ, 1 എടുക്കാനുള്ള പ്രോബിലിറ്റിയാണ് പി എന്ന് പറഞ്ഞത്. അപ്പം മീൻ എന്ന് പറഞ്ഞാൽ എന്താ? മീൻ എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സിനെയാണ് മീൻ എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മീൻ ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് 2 വാല്യൂസ് എടുക്കുന്നുള്ളൂ, 0 and 1 മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ എക്സ്പെക്റ്റേഷൻ എങ്ങനെ കണ്ടുപിടിക്കുക? എക്സ് എടുക്കുന്ന വാല്യൂ ഇൻറ്റു അത് എടുക്കാനുള്ള പ്രോബിലിറ്റി, അതായത് 0 ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 0 പ്ലസ് എക്സ് എടുക്കുന്ന അടുത്ത വാല്യൂ 1 ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു
1. That is 0 plus p is equal to p. അപ്പോൾ മീൻ ഓഫ് എ ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞത് പി ആയിരിക്കും. പി എന്ന് പറയുന്നത് പ്രോബിലിറ്റിയാണ്. അപ്പോൾ പിയുടെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. ഇനി വേരിയൻസ് കണ്ടുപിടിക്കുക. വേരിയൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ. അപ്പോൾ അതിനാദ്യം ഇ ഓഫ് എക്സ് സ്ക്വയർ കണ്ടുപിടിക്കണം. ഇ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഈക്വൽ ടു എക്സ് എടുക്കുന്ന വാല്യൂ. എക്സ് എടുക്കുന്ന വാല്യൂ എന്താ? 0യും 1ഉം ആണ്. അപ്പോൾ 0 സ്ക്വയർ എക്സ് സ്ക്വയറാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ 0 സ്ക്വയർ ഇൻറ്റു 0 എടുക്കാനുള്ള പ്രോബിലിറ്റി പ്ലസ് 1 സ്ക്വയർ ഇൻറ്റു 1 എടുക്കാനുള്ള പ്രോബിലിറ്റി. 0 ഇൻറ്റു ആയതുകൊണ്ട് ഫസ്റ്റ് ടൈം 0 പോകും. സെക്കൻഡ് ടൈം 1 ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 1. 1 ഇൻറ്റു പി വരും. ദാറ്റ് ഈസ് പി വിച്ച് ഈസ് ഓൾസോ ദ സെയിം ആൻസർ പി. നൗ വേരിയൻസ് കണ്ടുപിടിക്കാൻ എന്താ? വേരിയൻസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ. രണ്ടിൻ്റെയും വാല്യൂ നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. രണ്ടും സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുമ്പോൾ എന്ത് വരിക? ഇ ഓഫ് എക്സ് സ്ക്വയർ ഇസ് പി ആൻഡ് ഇ ഓഫ് എക്സ് ഓൾസോ ഈസ് പി. ഇറ്റ് ഈസ് പി മൈനസ് പി സ്ക്വയർ. പി മൈനസ് പി സ്ക്വയർ. രണ്ടിലും പി കോമൺ ഫാക്ടറാണ്. പി പുറത്തേക്ക് എടുക്കുമ്പോൾ പി ഇൻറ്റു 1 മൈനസ് പി ദാറ്റ്സ് ഈക്വൽ ടു പി ക്യൂ. ഓക്കെ, പി പ്ലസ് ക്യൂ എന്ന് പറഞ്ഞാൽ 1 ആണ്. പി പ്ലസ് ക്യൂ ഈക്വൽ ടു 1. ദെയർഫോർ ക്യൂ എന്ന് പറയുന്നത് 1 മൈനസ് പി ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണ് 1 മൈനസ് പി എന്നുള്ളത് ക്യൂ ആയിട്ട് മാറിയത്. ഓക്കെ, let's come the moment generative function of the Bernoulli distribution. Moment generative function mxt equal to expectation of e raised to tx which is equal to e raised to t into 0. x എടുക്കുന്ന ആദ്യത്തെ വാല്യൂ 0 ഇൻറ്റു 0 എടുക്കാനുള്ള പ്രോബിലിറ്റി പ്ലസ് e raised to t into 1 ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് x equal to 1 which is equal to e raised to 0 into q. പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ക്യൂ ആണ്. ഇ റേസ് ടു 0 ഇൻറ്റു ക്യൂ പ്ലസ് ഇ റേസ് ടു ടി ഇൻറ്റു പി. എനി നമ്പർ റേസ് ടു 0 എന്ന് പറയുന്നത് 1 ആയിരിക്കും. ദെയർഫോർ ക്യൂ പ്ലസ് പി ഇൻറ്റു ഇ റേസ് ടു ടി. അതായിരിക്കും ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ്റെ മൊമെൻറ്റ് ജനറേറ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി മൊമെൻറ്റ് ജനറേറ്റീവ് ഫംഗ്ഷൻ്റെ ഉപയോഗിച്ചിട്ട് മീനും വേരിയൻസും അത് ഇതിനു മുമ്പ് യൂണിഫോമിൽ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് എം എക്സ് ടിയിൽ നിന്ന് മീനും വേരിയൻസും കണ്ടുപിടിക്കുക? രണ്ട് മെത്തേഡ് ഉണ്ട്. ഒന്ന് എം എക്സ് ടി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. എം എക്സ് ടിയുടെ ഫംഗ്ഷൻ ഇവിടെ കിട്ടിയിരിക്കുന്നത് ക്യൂ പ്ലസ് പി റേസ് ടു ടി ആണ്. അത് എക്സ്പാൻഡ് ചെയ്യുക. എക്സ്പാൻഡ് ചെയ്തിട്ട് ടി റേസ് ടു ആർ ബൈ ആർ ഫാക്ടോറിയലിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിരിക്കും മ്യൂ ആർ ഡാഷ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അടുത്ത മെത്തേഡ് എന്തായിരിക്കും? കാൽക്കുലസ് മെത്തേഡിലാണ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന എം എക്സ് ടിയെ ഡിഫറൻസിയേഷൻ ചെയ്യുക. 6 പ്രാവശ്യം ഡിഫറൻസിയേഷൻ ചെയ്താൽ 6th റോ മൊമെൻറ്റ് കിട്ടും. എന്നിട്ട് ടിയുടെ വാല്യൂ 0 കൊടുക്കുക. അപ്പോൾ 6th റോ മൊമെൻറ്റായിരിക്കും കിട്ടാൻ പോകുന്നത്. ഈ രണ്ട് മെത്തേഡിൽ ഏത് മെത്തേഡ് വേണമെങ്കിലും ഉപയോഗിക്കാം. അത് നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ മീൻ ആൻഡ് വേരിയൻസ്. മീനും വേരിയൻസിൻ്റെ ആൻസർ അറിയാമല്ലോ. അത് നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ട്. മീനും വേരിയൻസിൻ്റെ ആൻസർ എന്ന് പറയുന്നത് മേളിലുണ്ട്. അത് മൊമെൻറ്റ് ജനറേറ്റീവ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പോഴും അതേ ആൻസർ കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, നമ്മൾ ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ചെയ്ത ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ബെർണോളി ഡിസ്ട്രിബ്യൂഷനിൽ റാൻഡം എക്സ്പെരിമെൻറ്റ് ഒറ്റ പ്രാവശ്യമാണ് ചെയ്യുന്നത്. 1 ടൈം റാൻഡം എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നു. അതിൽ സക്സസ് ഓർ ഫെയിലിയർ. ആ ബെർണോളി ട്രയൽസിനെ n ടൈംസ് റിപ്പീറ്റ് ചെയ്യുക. സിറ്റുവേഷൻസ് ബെർണോളിയുടെ അതേ സിറ്റുവേഷൻ തന്നെയാണ്. എക്സ്റ്റൻഷൻ വരുന്നത് വീണ്ടും അതേ ട്രയൽ തന്നെ വീണ്ടും n പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു.
n പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് എക്സ് സക്സസ് വരിക. അതാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. Binomial distribution arises in the situation where a random experiment has only two outcomes, namely success and failure, which is repeated n times independently. സെയിം ബെർണോളിയുടെ അതേ സിറ്റുവേഷൻ തന്നെ, വ്യത്യാസം വന്നിരിക്കുന്നത് റിപ്പീറ്റഡ് n ടൈംസ് ഇൻഡിപെൻഡൻ്റ്ലി. അത് ബെർണോളി ട്രയലിൻ്റെ can be treated as Bernoulli trial which is repeated n times independently. Okay. Binomial distribution is important as the outcome of any random experiment can be split into two, namely success and failure, where success denotes the happening of the event under consideration and failure opposite or the complement. നേരത്തെ അവിടെ പറഞ്ഞിട്ടുണ്ട് ഏത് റാൻഡം എക്സ്പെരിമെൻ്റ് ആണെങ്കിലും അതിനെ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ സാധിക്കും, സക്സസ് ഓർ ഫെയിലിയർ. സക്സസ് എന്ന് പറയുന്നത് നമ്മുടെ ഇവൻറ്റ് കൺസിഡർ ചെയ്യുന്നതിന് സക്സസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് സംഭവിക്കണമെങ്കിൽ ഫെയിലിയർ. അതിൻ്റെ മുമ്പ് ഏത് റാൻഡം എക്സ്പെരിമെൻറ്റിനെ വേണമെങ്കിലും രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ. എൻ്റെ ഒരു എക്സാമ്പിളാണ്, വായിച്ച് നോക്കിയാൽ മനസ്സിലാവുന്നേ ഉള്ളൂ. The distribution can be used under the following assumption. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആവണമെന്നുണ്ടെങ്കിൽ ആ റാൻഡം എക്സ്പെരിമെൻ്റ് അല്ലെങ്കിൽ ആ ട്രയൽസിന് വരേണ്ട സ്വഭാവ സവിശേഷതകൾ അത് ഈ പറയുന്നത് ഉണ്ടെങ്കിൽ മാത്രമാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുള്ളൂ. ഒന്ന്, there are only two possible outcomes for each trial, namely success and failure. ടു പോസിബിൾ ഔട്ട്കംസ് ഉള്ളത് ഹെഡും ടെയിലും അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല പറയുന്നത്, സക്സസ് ആൻഡ് ഫെയിലിയർ അതാണ് രണ്ട് ഔട്ട്കംസ് ഉദ്ദേശിക്കുന്നത്. ഓൺലി ടു പോസിബിൾ ഔട്ട്കംസ് ഫോർ ഈച്ച് ട്രയൽ, സക്സസ് ആൻഡ് ഫെയിലിയർ. സെക്കൻഡ് പറയണത് പ്രോബിലിറ്റി ഓഫ് സക്സസ് ഇൻ ഈച്ച് ട്രയൽ ഈസ് ദ സെയിം ഫോർ ഈച്ച് ട്രയൽ. ഇത് ഇപ്പോൾ ഡയഡോസ് ചെയ്യുന്ന കേസിൽ ഇപ്പോൾ 5 എന്ന് പറഞ്ഞ ഫേസ് സംഭവിക്കാം. 5 എന്ന് പറഞ്ഞ ഫേസ് സംഭവിക്കുന്നത് ഒരു പ്രാവശ്യം ചെയ്താൽ 1/6, അടുത്ത പ്രാവശ്യം വീണ്ടും ഡയഡോസ് ചെയ്താൽ കിട്ടാൻ പോണത് വീണ്ടും 1/6 തന്നെയാണ്. അപ്പോൾ ഏത് ട്രയൽ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്താലും ശരി, സിംഗിൾ ട്രയലിൽ വരുന്ന പ്രോബിലിറ്റി എന്താണോ അത് തന്നെയായിരിക്കണം എല്ലാ ട്രയലിലും വരുന്നത്, അത് ചേഞ്ച് ചെയ്യാൻ പാടില്ല. അതാണ് രണ്ടാമത്തെ കണ്ടീഷൻ വരുന്നത്. പ്രോബിലിറ്റി ഓഫ് സക്സസ് ഇൻ ഈച്ച് ട്രയൽ ഷുഡ് ബി ദ സെയിം ഫോർ ദ റിമൈനിങ് n ട്രയൽസ്. ഓക്കെ. മൂന്നാമത്തെ കേസിൽ പറയുന്നത്, മൂന്നാമത്തെ സിറ്റുവേഷൻ ഒരു അസംഷൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ട്രയൽസ് ഷുഡ് ബി ഫൈനൈറ്റ്. ട്രയൽസിൻ്റെ എണ്ണം ഫൈനൈറ്റ് ആയിരിക്കണം, ഇൻഫിനിറ്റിലേക്ക് പോകരുത്. ഫൈനൈറ്റ് നമ്പർ ഓഫ് ട്രയൽസ് ആയിരിക്കണം, 10, 100, 50 അങ്ങനെയുള്ള ഫൈനൈറ്റ് നമ്പേഴ്സ് ഓഫ് ട്രയൽസ് ആയിരിക്കണം വരേണ്ടത്. ലാസ്റ്റ് അസംഷൻ എന്ന് പറയുന്നത് ട്രയൽ ഷുഡ് ബി ഇൻഡിപെൻഡൻറ്റ്. ഒരു ട്രയലിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും അടുത്ത ട്രയൽ വരുന്നത്. ഇറ്റ് ഷുഡ് ബി ഡിഫറെൻറ്റ് ഓർ ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ ഈ അസംഷൻസ്, ഈ 4 അസംഷൻസ് ഉണ്ടെങ്കിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻസിനെ ഫോളോ ചെയ്യുമെന്ന് പറയാൻ പറ്റും. ദെൻ if P denote the probability of success in each trial, P denote probability of success in each trial, then the probability of obtaining X successes out of n trials is given by NCX P raised to X Q raised to n minus X, where Q equal to 1 minus P or P plus Q equal to 1. This is called the Bernoulli theorem. Probability of getting X successes out of n trials is NCX P raised to X Q raised to n minus X, which is called the Bernoulli theorem. Okay. Consider a random experiment having only two outcomes, namely success and failure.
Let P denote the probability of success and Q denote the probability of failure, such that P plus Q or Q plus P equal to 1. The experiment is repeated n times independently. Let capital X denote the random variable of getting the number of successes out of n trials. Then X is said to follow a binomial distribution if its PMF is of the form f of x equal to ncx p raised to x q raised to n minus x, x equal to 0, 1 to etc. up to n. ഈ നൊട്ടേഷൻ എന്ന് പറയുന്നത് എൻ സി എക്സിൻ്റെ നൊട്ടേഷനാണ് ഉപയോഗിച്ചേക്കുന്നത്. എൻ സി എക്സ് തന്നെയാണ് വായിക്കുന്നത് അത്. ഓക്കെ, ഡെഫിനേഷൻ മാത്രമേ ഉള്ളൂ. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഡെഫിനേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ ഫസ്റ്റ് ഡെഫിനേഷൻ എഴുതാം, അല്ലെങ്കിൽ സെക്കൻഡ് ഡെഫിനേഷൻ എഴുതാം. സെക്കൻഡ് ഡെഫിനേഷൻ ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന് തോന്നുന്നു. ഏത് ഡെഫിനേഷൻ ചെയ്താലും രണ്ടിൻ്റെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഡെഫിനേഷൻ തന്നെയാണ്. A random variable capital X which takes values 0, 1 to etc. up to n is said to follow a binomial distribution with parameters n and p, denoted as x follows binomial distribution എന്ന് ഡിനോട്ട് ചെയ്യണത് ഇങ്ങനെയാണ്. ഇത് വായിക്കുന്നത് x follows binomial distribution with the parameters n and p. If its PMF is of the form f of x equal to ncx p raised to x q raised to n minus x, where x equal to 0, 1 to etc. up to n. p plus q equal to 1, പിയുടെ വാല്യൂ 0നും 1നും ഇടയ്ക്കായിരിക്കും. ഓക്കെ, പാരാമീറ്റർ എന്ന് തന്നെയാണ്. പാരാമീറ്റർ നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. പാരാമീറ്റർ എന്ന് പറയുന്നത് അൺനോൺ കോൺസ്റ്റൻറ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഓർ ഇത് ഡിഫൈൻഡ് ഇൻ എ ഡെൻസിറ്റി ഫംഗ്ഷൻ, അതിനെയാണ് പാരാമീറ്റർ എന്ന് പറയുന്നത്. ഇവിടെ ഈ കേസിൽ എന്നും പിയുമാണ് പാരാമീറ്റർ എന്ന് പറയുന്നത്. എക്സിൻ്റെ വാല്യൂ 0, 1 to etc. up to n ആണ്. ക്യൂ എന്ന് പറയുന്നത് പി അറിയാമെങ്കിൽ ക്യൂവിൻ്റെ വാല്യൂ അറിയാൻ പറ്റും. അപ്പോൾ ക്യൂ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. കാരണം ക്യൂ എന്ന് പറയുന്നത് 1 മൈനസ് പി ആണ് ക്യൂ എന്ന് പറയുന്നത്. അപ്പോൾ പാരാമീറ്റർ എന്നിൻ്റെ വാല്യൂം പിയുടെ വാല്യൂ അറിയാമെങ്കിൽ ഡെൻസിറ്റി കംപ്ലീറ്റ് ആയിട്ട് സ്റ്റഡി ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്നും പിയും ആണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിലെ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി ബൈനോമിയൽ എന്നുള്ള പേര് വരാനുള്ള കാരണം, ബൈനോമിയൽ എക്സ്പാൻഷൻ്റെ എക്സ്ത് ടേമായിട്ട് വരുന്ന ക്വാണ്ടിറ്റിയാണ് ഇവിടെ പി ഡി എഫ് ആയിട്ട് വന്നിരിക്കുന്നത്. അതായത് ക്യൂ പ്ലസ് പി ഓൾവേസ് ടു എന്ന് പറഞ്ഞ എക്സ്പാൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ബൈനോമിയൽ എക്സ്പാൻഷൻ ചെയ്താൽ ബൈനോമിയൽ എക്സ്പാൻഷൻ എന്താ, എ പ്ലസ് ബി ഓൾവേസ് ടു എന്ന് പറഞ്ഞതിൻ്റെ ബൈനോമിയൽ എക്സ്പാൻഷൻ എന്താ, എ റേസ് ടു എൻ പ്ലസ് എൻ സി 1 ബി റേസ് ടു 1 ഇൻറ്റു എ റേസ് ടു എൻ മൈനസ് 1 പ്ലസ് എൻ സി 2 ബി സ്ക്വയർ ഇൻറ്റു എ റേസ് ടു എൻ മൈനസ് 2 പ്ലസ് എക്സെട്ര പ്ലസ് എക്സ് വരുമ്പോൾ എൻ സി എക്സ് ബി റേസ് ടു എക്സ് എ റേസ് ടു എൻ മൈനസ് എക്സ് പ്ലസ് എക്സെട്ര ലാസ്റ്റ് ടൈം ബി റേസ് ടു എൻ. ഇത് എക്സ്ത് ടൈമായിട്ട് ഫസ്റ്റ് ടൈം ഇത് 0th ടൈമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇത് വരുന്നത് എക്സ്ത് ടൈമായിരിക്കും. This is the xth time. Okay. ഇതിപ്പോൾ ഒരു റാൻഡം എക്സ്പെരിമെൻറ്റ് ഏതെങ്കിലും ആയിക്കോട്ടെ, മൂന്ന് പ്രാവശ്യമാണ് n എന്ന് പറഞ്ഞപ്പോൾ 3 ആണെന്ന് വിചാരിക്കാം. എങ്ങനെയാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ക്രിയേറ്റ് ചെയ്യണമെന്നുള്ളത് ആണ് നോക്കുന്നത്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ 3 ആണെന്ന് അസ്യൂം ചെയ്യാം. എക്സ് നമ്പർ ഓഫ് സക്സസ് കിട്ടേണ്ടത് 2 ആണ്. എക്സിൻ്റെ വാല്യൂ 2 ആണെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഏത് ട്രയലും ഒരു പ്രാവശ്യം ചെയ്താൽ, ഇപ്പോൾ 3 ട്രയൽസ് ചെയ്തു, 3 എണ്ണത്തിൽ 2 പ്രാവശ്യം സക്സസ് കിട്ടണം. അത് എങ്ങനെയൊക്കെ വരാം, ഒന്നല്ലെങ്കിൽ ഫെയിലിയർ. ഇതിൻ്റെ പ്രോബിലിറ്റി എന്തായിരിക്കും,
സക്സസിൻ്റെ പ്രോബിലിറ്റി പി എ, ഫെയിലിയറിൻ്റെ പ്രോബിലിറ്റി ക്യൂ. അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബിലിറ്റി എന്ന് പറയുന്നത് പി ഇൻറ്റു ക്യൂ, ദാറ്റ് ഈസ് പി സ്ക്വയർ ക്യൂ വരും. അടുത്തത് എങ്ങനെ വരാം? എസ് എഫ് എസ്, ഇതും 3 ട്രയൽസിൽ 2 സക്സസ് ആണ്. അപ്പോൾ എന്ത് വരും? പി ക്യൂ പി, വിച്ച് ഈസ് ഓൾസോ പി സ്ക്വയർ ഇൻറ്റു ക്യൂ. ഓക്കെ, പിന്നെയോ എഫ് എസ് എസ്, ഇത് വരുമ്പോഴും ക്യൂ ഇൻറ്റു പി ഇൻറ്റു പി, വിച്ച് ഈസ് ഓൾസോ അനദർ പി സ്ക്വയർ ക്യൂ. 3 കേസിലും വരുന്നത് ഈ ഇതേക്കുള്ള ഇനി വേറെ കേസില്ല. ഔട്ട് ഓഫ് 3 ട്രയൽസ് 2 സക്സസ്. എക്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് സക്സസ് ആണ്. അപ്പോൾ 3 എണ്ണത്തിൽ 2 എണ്ണം സക്സസ് വരാനുള്ള ഇവൻറ്റ്സ് വരാവുന്ന രീതികൾ എന്ന് പറയുന്നത് ഒന്ന് എസ് എഫ്, അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബിലിറ്റി എന്ന് പറയുന്നത് പി സ്ക്വയർ ക്യൂ ആയിരിക്കും. നെക്സ്റ്റ് എസ് എഫ് എസ്, അതിൻ്റെയും കറസ്പോണ്ടിങ് പി സ്ക്വയർ ക്യൂ ആയിരിക്കും. എഫ് എസ് എസ് പി സ്ക്വയർ ക്യൂ. 3 കേസിലും വരുന്നത് പി സ്ക്വയർ ക്യൂ ആണ്. അപ്പോൾ ഈ 3 എണ്ണം എന്നുള്ളത് എങ്ങനെ വരുന്നത്? 3C2 ഔട്ട് ഓഫ് 3 2, ഈ രീതിയിലാണ് 3C2. അത് അങ്ങനെയാണ് ബൈനോമിയൽ എക്സ്പാൻഷനിൽ NCX എന്ന് പറഞ്ഞ ആ ടേം ഉണ്ടായത്. ഏത് ട്രയൽ എടുത്താലും ശരി, പ്രോബിലിറ്റി എന്ന് പറയുന്നത് P⁻x ഇൻറ്റു Q⁻n−x ആയിരിക്കും. നമ്മുടെ ഇവിടെ പി സ്ക്വയർ ഇൻറ്റു ക്യൂ എന്ന് വന്ന പോലെ ജനറൽ കേസ് P⁻x ഇൻറ്റു Q⁻n−x ആയിരിക്കും. അത് എങ്ങനെയൊക്കെ വരാം, എത്ര ടൈംസ് വരാം എന്നുള്ളതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇവിടെ 3ഉം 2ഉം എടുത്തപ്പോൾ 3 കേസാണ് 3C2 ബേസിലായിരിക്കും വരുന്നത്. 3C2 എന്ന് പറഞ്ഞാൽ 3 തന്നെയാണ്. ഒന്നാമത്തെ കേസ്, രണ്ടാമത്തെ കേസ്, മൂന്നാമത്തെ കേസ്. ഈ 4 എടുത്ത് നോക്കിയുള്ളൂ. 4 എടുത്ത് നോക്കിയാലും 4 നമ്പർ ഓഫ് ട്രയൽസ് 2 നോക്കുക. അപ്പോൾ എത്ര കേസ് ഉണ്ടാവും? 4C2 എന്ന് പറഞ്ഞാൽ 6 കേസസ് ഉണ്ട്. 6 കേസസ് നിങ്ങൾ തന്നെ ഒന്ന് എഴുതി നോക്കുക. അതേപോലെ എഫ് ഒരു കേസ്, എഫ് രണ്ടാമത്തെ കേസ്. എല്ലാത്തിലും പ്രോബിലിറ്റി വരുന്നത് 2 സക്സസ് 2 ഫെയിലിയറാണ്. 2 സക്സസ് 2 ഫെയിലിയർ ആണെങ്കിൽ പി സ്ക്വയറും ക്യൂ സ്ക്വയറും ആയിരിക്കും വരുന്നത്. അങ്ങനെ എത്ര കേസസ് ഉണ്ടെന്ന് നോക്കിയുള്ളൂ. 6 കേസസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. 6 കേസ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. താങ്ക് യു.